നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോദി മന്ത്രിസഭ അതിന്റെ മൂന്നാം ഊഴം തുടങ്ങിയിരിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് അതിഗംഭീരമായ ഒരു സ്വയറിംഗ് ഇൻ സെറമണി. അതിന്റെ പിന്നില് ഏതോ ഒരു പുലി നടക്കുന്നുണ്ട് എന്ന് ഏതൊക്കെയോ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം തോന്നി ഇത് ചിലപ്പോൾ ആർക്കെങ്കിലും മോദിയെ കണ്ടപ്പോ കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കും വീണ്ടും ഒരു പുലി അവിടെ നടക്കണ്ടോ എന്ന് തോന്നിയതാണോ എന്ന്. എനിക്ക് ഖർഗെ സാബ് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്. അപ്പൊ അങ്ങേര് കുറച്ച് പ്രായമായതുകൊണ്ട് ഇനി അങ്ങേര് കണ്ടിട്ട് പുലി അവിടെ ഉണ്ട് എന്ന് പേടിച്ചിട്ടാണോ നാട്ടിലെ ഖർഗെ സാബ് മുഴുവൻ ചടങ്ങ് ബാക്കിയുള്ളവർ അത് ബോയ്ക്കോട്ടാ. മമത ആദ്യം പറഞ്ഞിരുന്നത് ഇന്നിപ്പോ അവരുടെ MP ഏതൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഈ മറ്റേ സത്യപ്രതിജ്ഞ നടന്ന സമയം മുഴുവൻ ഇരുട്ടത്തിരിക്കുകയായിരുന്നു മമത. അപ്പൊ എനിക്ക് തോന്നി ഇത് അത്യാവശ്യം ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ്. ആ സമയം മുഴുവൻ ഇരുട്ടത്തിരിക്കുകയായിരുന്നു ബംഗാൾ ചീഫ് മിനിസ്റ്റർ. അപ്പൊ ഇന്നലെ ചടങ്ങിൽ അതിഗംഭീരമായിട്ട് ഒരു എന്താ പറയാ പിഴവില്ലാതെ ആരും 8500 കൊടുക്കാന്ന് പറഞ്ഞിട്ടും സംഗതി നടന്നില്ല. 1.5 ഓരോ ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നിട്ടും സംഗതി നടന്നില്ല. പല ജാതികൾ നോക്കി ഇവരെ ഒക്കെ പിടിച്ച് പുറത്താക്കണം. ശരിക്കും 8500 തരാനാണ് വോട്ട് ചോദിച്ചത്. അതെ, അതിപ്പോ കേസ് ആരൊക്കെയോ കൊടുക്കുന്നുണ്ടല്ലോ, കേസ് കൊടുക്കുന്നുണ്ട്. എല്ലാരും 99 നീ പിടിച്ച് പുറത്തേക്ക് ഇടണം. അതെ, അതൊക്കെ കാണേണ്ടതാണ്. പിന്നെ അതുമാതിരി ഇന്നലെ ചടങ്ങ് മറ്റേ വിദേശത്തു നിന്നുള്ള മറ്റേ എല്ലാവരും ഉണ്ടായിരുന്നു, ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഇന്നിപ്പോ എനിക്ക് ഒരുപക്ഷെ ചടങ്ങിനെ പറ്റി, ഇന്നലത്തെ ആ സ്വയറിംഗ് ഇൻ സെറമണിയെ പറ്റി മധുസൂദന് കൂടുതൽ പറയാനുണ്ടാവും. കാരണം താങ്കൾ കുറച്ചും കൂടി എപ്പോഴും കുറച്ചും കൂടി അലേർട്ടും കുറച്ചും കൂടി വാച്ച്ഫുള്ളും ആണ്, അതുകൊണ്ട് അത് പറയാനുണ്ടാവും. പക്ഷെ ഞാന് ഇന്നത്തെ ഈ ഒരു മന്ത്രിസഭയുടെ ഒരു കാര്യം നോക്കുമായിരുന്നു. അതായത് ആൾക്കാരെ തിരഞ്ഞെടുത്ത് നമുക്ക് ഇന്നലെ അറിയായിരുന്നു ആരൊക്കെയാണ് ക്യാബിനറ്റിലുള്ള, ആരൊക്കെയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. പക്ഷേ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങൾക്കും സാധ്യത ഇല്ലാത്ത രീതിയിലാണ് ഈ മന്ത്രിസഭ പോർട്ട്ഫോളിയോ അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നായിഡുവിന്റെ ആൾക്കാര് TDP സിവിൽ ഏവിയേഷൻ അവർക്ക് കിട്ടി, സിവിൽ ഏവിയേഷൻ വേണമെന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എയർ ഇന്ത്യ ഇല്ലാത്തൊരു സിവിൽ ഏവിയേഷനില് അങ്ങനെ അധികം പുട്ടടിക്കാൻ സ്കോപ്പ് ഒന്നുമില്ല. മാത്രമല്ല അവരുടെ ഒരു പക്ഷെ TDPയുടെ ഏറ്റവും നല്ല ഒരു MP ആണ് അവര് ആ ക്യാബിനറ്റിൽ നിയോഗിച്ചിട്ടുള്ളത്. യെറൻ നായിഡു എന്ന് പറഞ്ഞ പഴയ TDP നേതാവിന്റെ മകനാണ് അദ്ദേഹം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിഭയങ്കര എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ചെറുപ്പം, ഈ മന്ത്രിസഭയിൽ ഏറ്റവും ചെറുപ്പക്കാരൻ, നല്ലൊരു പയ്യൻ, നല്ല ഉഷാറായിട്ടുണ്ട്. അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള ഒരു. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊന്ന്, ഇപ്പൊ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് നിർമ്മല സീതാരാമൻ തിരിച്ചു വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതോട്ട് ഇനി ഏതെങ്കിലും ഒരു അലയൻസ് പാർട്ട്ണർക്ക് കൊടുത്തിട്ട് അവര് വല്ലതും അവിടെ കുഴപ്പമുണ്ടാക്കാൻ നോക്കിയാൽ അത് ഒരു തലവേദനയാവും. അപ്പൊ അങ്ങനെ ചിലത് മോദി മുൻകൂട്ടി കണ്ടിട്ടാണ് പലതും നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ചിരാഗ് പാസ്വാൻ എന്ന് പറഞ്ഞ ഒരു പുതിയ MP ആയിരുന്നു. രാംവിലാസ് പാസ്വാന്റെ മകൻ, ഒരു റിലേറ്റീവ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് എന്ന് പറയാം. അയാൾക്ക് കൊടുത്തിട്ടുള്ളത് ഫുഡ് പ്രോസസിംഗ് പോർട്ട്ഫോളിയോ ആണ്, ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ ആണ്, പക്ഷെ ഫുഡ് പ്രോസസിംഗ്. പണ്ട് ഏത് മന്ത്രിസഭ വന്നാലും, കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വരില്ല, കോൺഗ്രസ് വന്നാലും ജനതാദൾ വന്നാലും ഇനി ആര് വന്നാലും മന്ത്രിയാകുന്ന ഒരാളെ രാംവിലാസ് പാസ്വാൻ. ആര് വന്നാലും പുള്ളി ഉണ്ടാവില്ല, പുള്ളി മന്ത്രിയാണ്. അങ്ങേർക്ക് അറിയായിരുന്നേ ആരാ ജയിക്കാൻ പോകുന്നുള്ള മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അയാൾ അങ്ങനെ ഒരു ഭാഗ്യവാനായിരുന്നു. മരിക്കുന്നവരെ ശിഷ്ടിലിരുന്ന് മരിച്ച ആളാണ് അയാൾ. മകനും കേമനാണ്, കാരണം മകൻ 5 സീറ്റും മത്സരിച്ച് 5 സീറ്റും മത്സരിച്ച് വാങ്ങി. നല്ല സ്മാർട്ടാണ്, ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുത്തത് ഈ ഇത്. ഇന്നിപ്പോ ആകെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ NCPക്ക് ഇന്നലെ അവരുടെ ഒരു MP അല്ലേ ഉള്ളൂ, ക്യാബിനറ്റ് വേണം എന്നുള്ള നിർബന്ധമായിരുന്നു. പക്ഷെ അത് BJP വഴങ്ങിയില്ല. എന്തോ അവർക്ക് 2-3 രാജ്യസഭാ ഇലക്ഷൻ നടക്കാൻ പോകണം മഹാരാഷ്ട്രയില്. അപ്പൊ അതില് 1-2 സീറ്റ് കിട്ടത്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മോദി ഒരു തരത്തിലുള്ള പ്രഷറിനും വഴങ്ങിയില്ല എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഇതിലൊരു കാര്യം കൊണ്ട് BJPക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല, വെറുതെ വേസ്റ്റാണ്, അത്രേ ഉള്ളൂ.
പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ചില ആൾക്കാരെ BJP അവരൊരിക്കലും ഒരാളെയും കൈവിടില്ല എന്നുള്ളതിന്റെ ഇപ്പൊ ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമലേഷ് പാസ്വാൻ എന്ന് പറഞ്ഞ ഒരു UP എന്നുള്ള ഒരു ലീഡർ, അയാളുടെ ഏട്ടനായിരുന്നു ശരിക്കും രാഷ്ട്രീയക്കാരൻ. ഇയാൾ കോളേജിൽ പഠിക്കുമ്പോൾ അയാളുടെ ഏട്ടനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ പാർട്ടി ആ ഫാമിലി ആയിട്ടുള്ള ബന്ധം വിട്ടില്ല. ആദ്യം എനിക്ക് തോന്നുന്നു ഇയാൾക്ക് പ്രായം 25 വയസ്സൊന്നും ആവാത്തോണ്ട് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫാമിലിയിൽ നിന്ന് വേറെ ആരോ കണ്ടസ്റ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം ഇങ്ങനെ അവര് നല്ലോണം ശരിക്കും വളർത്തിയെടുത്ത് ഇന്നിപ്പോ അയാള് ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് റൂറൽ ഡെവലപ്മെന്റ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. ഒരു സഹമന്ത്രിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, തന്റെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മള് വേറെ അതുപോലെ ഇങ്ങനെ നിറയെ എന്താ പറയുക ഉദാഹരണങ്ങളാണ്. ഈ മന്ത്രിസഭ എത്ര നന്നായിട്ടാണ്. പിന്നെ നമ്മുടെ പഴയ ആൾക്കാരെല്ലാം അവരെല്ലാം അവരുടെ പോർട്ട്ഫോളിയോ റീറ്റെയിൻ ചെയ്തു. ഇപ്പൊ അമിത്ഷാ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും നിതിൻ ഗഡ്കറി ആയാലും നിർമ്മലാ സീതാരാമനെ പറ്റി പറഞ്ഞു. അങ്ങനെ പിന്നെ അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ ആൾക്ക് റെയിൽവേ കൂടാതെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അതുകൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് IT. അപ്പൊ അദ്ദേഹത്തിന് ചുമതലകൾ കൂടുകയാണ്. പണ്ട് ഇയാളെ കയ്യിലുണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖർ അതായിരുന്നില്ലേ? രാജീവ് ചന്ദ്രശേഖർ അയാളുടെ കൂടെ അതിൽ സഹമന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ അപ്പോ നമ്മൾ ഇതിൽ ഓരോന്നിലും ആ മോദി ടച്ച് കാണും. അതായത് ഈ മന്ത്രിസഭ എത്ര ഭംഗിയായിട്ടാണ് അത് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഓരോരുത്തരുടെ ആ കഴിവ് നിയോഗിക്കാൻ. ഇപ്പൊ നമ്മളെ ഒരു മുൻ ബീഹാർ മുഖ്യമന്ത്രി മാഞ്ചി എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടല്ലോ, അങ്ങനെ നിതീഷ് കുമാറിന് കണ്ണെടുത്താൽ കണ്ടുവരരുത്. കാരണം നിതീഷ് കുമാർ ഇടയ്ക്ക് വെച്ച് രാജിവെച്ചിട്ട് അങ്ങനെ മുഖ്യമന്ത്രിയാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേര് BJPയുടെ കൂടെ കൂടി നിതീഷ് വേറെ പോയി. അങ്ങനെ അവർ തമ്മിലൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. മാഞ്ചിക്ക് കൊടുത്തിട്ടുള്ളത് ഈ MSMEs ആണ്, മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. അതിൽ അങ്ങേർക്ക് ശരിക്കും വരാണെങ്കിൽ അങ്ങേർക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അയാൾക്ക് നല്ല സഹമന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്തില്ലെങ്കിലും വലിയ ഡാമേജ് ഒന്നും വരുത്താൻ പറ്റിയ ഒരു വകുപ്പല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒറീസ മുഖ്യമന്ത്രി ആവുമെന്ന് നമ്മൾ ഇന്നാളെ ചർച്ച ചെയ്ത ധർമ്മേഷ് പ്രധാൻ, അദ്ദേഹമാണ് അടുത്ത വിദ്യാഭ്യാസ മന്ത്രി. ഏത് കാര്യവും കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ആളാണ്. പിന്നെ നമ്മളെ കർണാടകയിൽ നിന്നുള്ള HD കുമാരസ്വാമിക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എന്താണ്? സ്റ്റീൽ, ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ. ഹെവി ഇൻഡസ്ട്രീസ് പണ്ട് ശിവസേനയുടെ സ്ഥിരം ഒരു പോർട്ട്ഫോളിയോ ആയിരുന്നത്. അതില് വല്ല സ്കോപ്പും ഉണ്ടാവുമായിരിക്കും എന്തൊക്കെ ചെയ്യാൻ, അറിയില്ല. പക്ഷെ എന്തായാലും കുമാരസ്വാമിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതില് മറ്റേ ഈ പറഞ്ഞ മാതിരി പിന്നെ അതുപോലെ ഈ അലയൻസിന് കൊടുത്തിട്ടുള്ളതിൽ വളരെ ക്ലവറായിട്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് BJP എന്നാണ്. പിന്നെ BJPയുടെ നല്ലൊരു മന്ത്രി ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥലത്തെ ഒരു അലൈൻ്റെ ഇത് കൊടുത്തിട്ടുള്ളൂ, അലയൻസ് പാർട്ട്ണറുടെ ഒരു എന്താ പറയുക മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം മസൂന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് നിർത്താം. അതായത് ഈ മന്ത്രിസഭയിലെ മന്ത്രിസഭയിലെ 85% മന്ത്രിമാരും BJPക്കാരാണ്. വെറും 15% മാത്രമേ അലയൻസിന് കൊടുത്തിട്ടുള്ളൂ. അതിലിപ്പോ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ TDPന്റെ നായിഡു ആണെങ്കിലും JDUവിന്റെ നിതീഷ് കുമാർ ആണെങ്കിലും അവര് ശരിക്ക് അവരുടെ സ്റ്റേറ്റിന് വേണ്ടി വല്ലതും ബാർഗെയിൻ ചെയ്യാൻ എന്നുള്ള പ്ലാനിലായിരിക്കണം. ഇവിടെ അവര് വലിയ കൈകടത്തലൊന്നും ഉണ്ടായിട്ടില്ല. TDPക്ക് ആകെ ഒറ്റ കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നുണ്ട്, സിവിൽ ഏവിയേഷൻ വേണമെന്നുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ JDUവിലെ സീനിയർ ലീഡേഴ്സിനും തിരക്കിട്ടില്ലാത്ത പോർട്ട്ഫോളിയോ കൊടുത്തിട്ടില്ല. പക്ഷെ വേറൊരു പ്രശ്നം, എല്ലാവരും പറഞ്ഞ മാതിരി മറ്റേ നായിഡു ചിലപ്പോൾ അവസാന നിമിഷം വരില്ല, അല്ലെങ്കിൽ നിതീഷ് വരില്ല, അതൊക്കെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു. പിന്നെ അതുമാതിരി ഈ ജനതാദൾ എന്ന് വന്ന ഒരു അന്നപൂർണ ദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരുടെ ഒരു കാര്യം ഞാൻ നോക്കുമായിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് അവര് മറ്റേ ഒരു ഇതിൽ നിന്നായിരുന്നു, RJDയിൽ ഭാവിയില്ല എന്ന് കണ്ടിട്ട് അവര് 2016 അവര് BJPയിലേക്ക് വരുന്നത്. 2016 വന്ന ഒരാള്, 2016 18 എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്തായാലും അത്ര പഴക്കമില്ല. അവര് വന്ന് അവരെ കഴിവുണ്ടെന്ന് കണ്ടപ്പോ മോദി അവരെ പിടിച്ചിട്ട് അവർക്കൊരു ക്യാബിനറ്റ് പദവിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പുറമേ നിന്ന് വന്ന. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ ആണെങ്കിലും ഇപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യക്ക് ശരിക്ക് ഈ പ്രധാനമന്ത്രിയുടെ അയാൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ. അപ്പോ ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ പ്രാവശ്യം സിവിൽ ഏവിയേഷൻ കൈകാര്യം ചെയ്തിരുന്ന ആള് ഈ ടെലികോം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രി കൂടാതെ അയാളാണ് നോർത്ത് ഈസ്റ്റിന്റെ ഇൻചാർജ്.
പിന്നെ അതുമാതിരി ഈ നോർത്ത് ഈസ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ഈ പുഴയിൽ കൂടെയൊക്കെ ഈ ജലഗതാഗത സഗതികളൊക്കെ ഒന്ന് ഇതാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ആ വഴി ബംഗ്ലാദേശിലേക്കും പിന്നെ അതുപോലെ ആ കൊറിഡോർ ഫൈനലി പോയി വിയറ്റ്നാമിലേക്കൊക്കെ പോകുന്ന പോലെ ആ ഒരു അതിലൊക്കെ കുറെ പണി നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നോർത്ത് ഈസ്റ്റിന് വേണ്ട നല്ലൊരു മന്ത്രി ഈ സോണോവാൾ എന്ന് പറഞ്ഞ ആള് മുൻ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ. അയാളാണ് മറ്റേ ഇയാള് ഹേമന്ത് ബിശ്വ ശർമ്മ റീപ്ലേസ് ചെയ്തത്. അയാൾക്കാണ് ഷിപ്പിംഗ് ആൻഡ് പോർട്സ് ആ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ഇതിനും യോജിച്ച് നോക്കിയിട്ട് പിന്നെ നമ്മുടെ സുരേഷ് ഗോപിക്കും നമ്മുടെ ജോർജ് കുര്യനും നല്ല പോർട്ട്ഫോളിയോ ഉണ്ട്. സുരേഷ് ഗോപിന്റെ പോർട്ട്ഫോളിയോയിൽ ശരിക്കും ടൂറിസം വരുന്നുണ്ട്. ടൂറിസം വരുന്നുണ്ട്. പിന്നെ അതുപോലെ പെട്രോളിയം ഉണ്ട്. പെട്രോളിയം എന്ന് പറയുന്നത് പെട്രോളിയം ശരിക്കും പറയുകയാണെങ്കിൽ പെട്രോളിയം ഇപ്രാവശ്യം ഹർദീപ് സിംഗ് പൂരിയുടെ കീഴിലാണ്. അപ്പൊ ഹർദീപ് സിംഗ് പൂരിയെ പോലുള്ള ഒരു വെറ്ററൻ, അയാൾ പഴയ IAS ഓഫീസർ, പിന്നീട് പൊളിറ്റിക്സിൽ വന്നതല്ല, അങ്ങനത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് ശരിക്കും നല്ലൊരു ചാൻസ് ആണ്. സഗതികളൊക്കെ മനസ്സിലാക്കാൻ നല്ലൊരു സോളിഡ് ഒരു മന്ത്രി ഉണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ജോർജ് കുര്യൻ ആണെങ്കിലും ഫിഷറീസ് വരുന്നുണ്ട് അങ്ങേരുടെ ഇതില്. ഫിഷറീസ് പിന്നെ മറ്റേ ഡയറി, അനിമൽ ഹസ്ബൻഡറി, അതൊക്കെ വരുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് അങ്ങേർക്ക് കൊടുത്തിട്ടുള്ളത്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. എഗെയിൻ അയാളുടെ നല്ലൊരു മിനിസ്റ്ററുടെ കീഴിലാണ് അങ്ങേര് ഇട്ടിട്ടുള്ളത്. അപ്പൊ കേരളത്തിനും സന്തോഷിക്കാൻ ബാക്കിയുണ്ട്. തമിഴ്നാട്ടിലെ എൽമുരുകൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിലെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട്. കർണാടകയിൽ നിന്ന് എനിക്ക് പറയണം തോന്നിയ ഒരു പേര് സോമണ്ണ, വി സോമണ്ണ. താങ്കൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള പേരായിരിക്കും. തുമക്കൂറു എന്നാണ് അങ്ങേര് ചോദിച്ചിട്ടുള്ളത്. വി സോമണ്ണനെ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം BJP ഉള്ളിൽ പാര വെച്ചിട്ട് തോൽപ്പിച്ചത് അസംബ്ലി ഇലക്ഷനിൽ. അദ്ദേഹം വളരെ നിരാശനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കഴിവ് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ അവിടുന്ന് MP ആയിട്ട് മത്സരിപ്പിച്ചു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അയാളെ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ 2 സ്ഥലത്തൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് 2 സ്ഥലവും ഇല്ലാതാക്കി. അയാൾ BJP മുതൽ ജയിക്കുന്ന ഒരാളായിരുന്നു. ആ ജയിക്കുന്ന ഒരു സീറ്റൊക്കെ വെറുതെ ഇവിടെ ഇല്ലാണ്ടാക്കിയ വീരൻ. എന്തായാലും അയാളുടെ ആ ഒരു സാക്രിഫൈസ് കണ്ടറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മറ്റേ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് അതാ പറഞ്ഞു, ഓരോ സ്റ്റേജിലും ഈ പാർട്ടിക്ക് വേണ്ടി ഇതാക്കിയിട്ടുള്ള ആൾക്കാരെ കൂടെ. അതുപോലെ തന്നെ പൂനെന്ന് ജയിച്ചിട്ടുള്ള ഒരാളുണ്ട്, മധു, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പൂനെ മേയറൊക്കെ ആയിരുന്നു. അതായത് കോളേജ് ദിവസങ്ങളിൽ ABVP, അത് കഴിഞ്ഞിട്ട് RSSന്റെ ശാഖയിൽ സ്ഥിരമായി പോകുന്ന ആള്, പൂനെയിൽ കോർപ്പറേറ്റർ ആയിട്ട് തുടങ്ങി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, മേയറായി, MLA ആയിട്ട് മത്സരിച്ച് തോറ്റു. അത് കഴിഞ്ഞിട്ട് MP ആയിട്ട് ജയിക്കുന്നു, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് എത്ര പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടാവും. പക്ഷെ ഈ സെലക്ഷൻ, മന്ത്രിമാരുടെ സെലക്ഷനും പിന്നെ ഓരോ ആളുടെ കഴിവും നോക്കിയിട്ട് കൊടുത്തിട്ടുള്ള കർണാടകയിൽ മറ്റേ ഈ ശോഭ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കും തർക്കമില്ലാത്ത ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. അവർക്ക് അത്യാവശ്യം തർക്കമില്ലാത്ത ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. ഏതാന്നുള്ളത് നമുക്ക് ചർച്ചയുടെ ഇടയിൽ ഞാൻ ഒന്നുകൂടി നോട്ട്സ് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. അവര് പറഞ്ഞ മാതിരി അത്യാവശ്യം കഴിവൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അല്ലേ? മന്ത്രിയായിരുന്നു, അഗ്രികൾച്ചർ മന്ത്രിയായിരുന്നു. അതെ അതെ. അവർക്കും തർക്കമില്ലാത്തൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നലെയായിട്ട് സംഭവിച്ചത്. ഇന്നലത്തെ ചടങ്ങിനെ പറ്റി താങ്കൾ എന്തൊക്കെയാണ് നിരീക്ഷിച്ചതെന്നുള്ളതിൽ തുടങ്ങിക്കോളും. രാഷ്ട്രപതി ഭവനിലെ വളരെ പ്രശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, വളരെ വളരെ സുന്ദരമായ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു അത്. മാപ്പറകൾ മുഴുവൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട ഒരു മുഹൂർത്തം. നമ്മളെ കേരള മാപ്പറകൾ ഉണ്ടല്ലോ, അവരിങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് ആകപ്പാടെ ടെൻഷനായ ഒരു മുഹൂർത്തമായിരുന്നു. നമ്മളെ രാജാവ് വരുന്ന രംഗം തന്നെ പോലെ, നമ്മളെ നരേന്ദ്രമോദി വരുന്ന രംഗം തന്നെ പോലെ. എന്താണ് പിന്നെ ഇതിന്റെ മെജസ്റ്റിക് ലുക്ക്, അതിനങ്ങോട്ട് വന്നങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന ലുക്ക് തന്നെ മതി ഇന്ത്യന്റെ എല്ലാ യശസ്സും മുകളിലേക്ക് വരാൻ. പിന്നെ നമ്മളെ രാഷ്ട്രപതി ഭവനും അതൊക്കെ ഒരു സൗന്ദര്യം തന്നെയല്ല അതൊക്കെ. അതിന്റെ നടുവിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഒക്കെ നമുക്ക് ഒരു അഭിമാനം തന്നെയാണ്. എന്താ പറയണ്ടത്, എനിക്ക് ശരിക്കും ഇപ്പൊ പറയാൻ കിട്ടുന്നത് ഒരു വികാരം വന്നു പെട്ടെന്ന്. ശരിയാണത്. നമുക്ക് എല്ലാവർക്കും, കാരണം വെച്ചാല് നമ്മള് എന്താ പറയുക, ജയിച്ചിട്ട് പോലും മൂന്നാമത് വരുന്നു എന്ന സമയത്ത് പോലും നമ്മളെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ ആ പാർട്ടിയെയും അതിന്റെ വക്താക്കളെയും മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെ പേഴ്സണൽ ആയിട്ടൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാല് സഹിക്കാൻ പറ്റില്ല.
ഇത്രയും വൃത്തികേടായിട്ട് നമ്മള് അതെ. രാഷ്ട്രീയപരമായിട്ട് ആരെയും എതിർക്കും, ആരോടും എന്തും ചെയ്യുക, അതൊക്കെ ഓക്കെ. അതൊക്കെ ഒരു യുദ്ധമാണ്, യുദ്ധസമയത്ത് ചെയ്യുക. പക്ഷെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായിട്ട് ഒരു ഈ ന്യൂസ് ചാനലുകളൊക്കെ ചെയ്യുന്ന വൃത്തികേട് പറയാൻ പറ്റൂല. അത്രയും മോശമായിട്ട് തന്നെ. എന്നിട്ടും ഇപ്പോഴും കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. സുരേഷ് ഗോപി ഇത് വേണ്ടാന്ന് വെക്കുന്നു, ഇറങ്ങിപ്പോകും, അയാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അയാൾ നാളെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഇത് രാജിവെക്കുമോ എന്നാണ് രാവിലെ 7:15 ആവുമ്പോഴേക്ക് ഹെഡ്ലൈൻ. രാജിവെക്കുമോ സുരേഷ് ഗോപി? രാവിലെ ജോർജ് കുര്യനായിട്ട് സംസാരിക്കുമ്പോൾ ജോർജ് കുര്യനോട് ചോദിക്കുകയാണ് നമ്മളെ പിന്നെ ഈ ഒരു മാപ്ര ഇയാൾക്ക് ഇതിനുള്ളിലൊരു ചെറിയ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്താണ്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും, എനിക്കങ്ങനൊന്നും കണ്ടിട്ടില്ല, എന്താന്നില്ല എനിക്കറിയില്ല, അത് അയാളോടൊന്ന് ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വേറെ എന്താ പറയാന്ന്? എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ബി ജെ പിന്റെ അവിടെ ഒരു വോട്ട്. ഇനിയിപ്പോ അയാൾ ജയിച്ചതൊന്നും ബി ജെ പിന്റെ വോട്ടല്ല. മാനത്തുനിന്ന് പൊട്ടി വീണിട്ട് അയാൾ ഇങ്ങോട്ട് ജയിച്ചതാ. അയാൾ ബി ജെ പിന്റെ വോട്ടല്ല, ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടൊന്നല്ല. അതെങ്ങനെയോ പിന്നെ സാംസ്കാരിക നായകൻ എന്ന നിലയിൽ കിട്ടിയ വോട്ടാണെന്നാ പറയുന്നത്. അങ്ങനെ ഒരു സാംസ്കാരിക നായകനെ കണ്ടെത്തിക്കൊണ്ട് അയാളെ ബി ജെ പിന്റെ ഒരു പ്രവർത്തകനാക്കി അയാളെ ബി ജെ പിയുടെ ലേബിളിൽ തന്നെ മത്സരിപ്പിച്ച് അയാളെ വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവ് ബി ജെ പിക്ക് ഉണ്ട്. ആ ബി ജെ പി അങ്ങനെ മത്സരിപ്പിച്ച് ഇവിടെ ജയിപ്പിച്ചു. അതിനെയാണ് പറയുന്നത്. അതിനെയാണ് ഇവരിങ്ങനെ വളച്ചൊടി ജനം ടി വി. മാത്രമല്ല ഇത്ര ഭയങ്കര ഒരു സാംസ്കാരിക നായകനായിരുന്നെങ്കിൽ ഇവർക്ക് എന്നേ അംഗീകാരം കൊടുക്കായിരുന്നല്ലോ. പിന്നെ അത് ചെയ്തില്ലല്ലോ. അയാളെ ചാണകം ചങ്കി ചാണകം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ അവഹേളിക്കുക എന്നല്ലാതെ വേറെ എന്താ അവര് ചെയ്തത്? അയാൾ 24 മണിക്കൂർ സിനിമയില് മേക്കപ്പ് ഇട്ട് തലകുത്തനെ മറിഞ്ഞിട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കുക. അതൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കൊണ്ടും ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ്. ആരും ചെയ്യലതൊന്നും. നിസ്വാർത്ഥമായ അയാൾക്കും അയാളെ കുടുംബമുണ്ട്, അയാൾക്ക് 3-4 മക്കളുണ്ട്, ഭാര്യയും മക്കളൊക്കെ വലിയ മനുഷ്യനാണ് അയാൾ. നമ്മളെ മാതിരി എല്ലാ വികാരങ്ങളും വലിയൊരു ജീവി തന്നെയാണ് അയാള് പിന്നെ വലിയ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്ന അതിലൊരു ഭാഗം പാവപ്പെട്ടവന് വേണ്ടി എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വലിയൊരു മനുഷ്യൻ തന്നെയാണ്, വലിയൊരു മഹാത്മാവാണ് അയാൾ. ഒരു ഭാഗം ചെറിയതൊന്നല്ല, 20% ഒന്നല്ല, 55% വരുമാനത്തിന്റെ ചെറിയൊരു പൊട്ടത്തരവും കളിയൊക്കെ ഉണ്ടാവുകയാണ്. അതൊക്കെ ഉണ്ടാവും. ചെറിയൊരു സിനിമയും നാടകമൊക്കെ ആയി പോകും. അത് അയാൾ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടില്ല തകരാറാണ്. അത് ലേശം എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയൊക്കെ തകരാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് കരിയും, പെട്ടെന്ന് ഓടി ചാടും, അങ്ങനെയൊക്കെ വലിയ കുഴപ്പമൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ അയാള് ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലുള്ള ഈ വൃത്തികെട്ട മറ്റേ ഇതിലൂടെ വന്നതല്ല. അയാൾ ഡീസന്റ് ആയിട്ട് വന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ അയാളൊന്നും മാറ്റാനൊന്നും പറ്റൂല. ഈ മാപ്രകൾ വിചാരിച്ചാലൊന്നും സാധിക്കൂല. എന്നാൽ ഈ പത്രക്കാരുണ്ടല്ലോ, എന്തൊരു വർഗമുള്ളതെന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഈ പ്രൗഢഗംഭീരമായ ഒരു പരിപാടി അവിടെ നടക്കുമ്പോ അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആ ജനം ടി വി അല്ലാതെ ആ ജനം ടി വി വളരെ സുന്ദരം. ഞാൻ അതേ കണ്ടിട്ടുള്ളൂ, മറ്റേതൊക്കെ ഒഴിവാക്കി കാണാൻ പറ്റൂല. അത്ര മോശമായിട്ടേ പറയുന്നു. ഞാൻ ദൂരദർശനിലാണ് കണ്ടു. ഇതൊക്കെ ഇങ്ങനെയാണ്. ഒരു കമന്റും ഇല്ല, നടക്കുന്ന ഫംഗ്ഷൻ അതുപോലെ കാണാം. അവിടെ സൈലൻസ് ഉള്ളപ്പോൾ ദൂരദർശനിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. സുന്ദരമായിട്ട് നമുക്ക് അത് കണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ചിലത് കണ്ടിട്ട് എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് അതിലെത്തിച്ചേരാൻ സാധിച്ചു. മറ്റേ നമ്മൾ ഇവരുടെ ഇങ്ങനെ റണ്ണിങ് കമന്ററി കേട്ടോണ്ടിരിക്കല്ലേ. ജനം ടി വിയിൽ പിന്നെ ഒരു കൂടൊക്കെ ഉണ്ടായിരുന്നില്ല. അതിൽ ഏതൊരു പെൺകുട്ടി ഇങ്ങനെ ഇത് പറയുന്നുണ്ടായിരുന്നു. അവര് പറയുന്നുണ്ട്, ഇത് ജനങ്ങൾക്ക് അവിടുത്തെ ആംബിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടോ, അതുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ട, അത് കേൾപ്പിക്കാമെന്ന്. അത് നന്നായി. കറക്റ്റ് പോളിസി. അത് കേൾപ്പിച്ചപ്പോ അതൊരു സുഖമാണ്, നമുക്ക് അവിടുത്തെ ആംബിയൻസ് അത് കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റേത് ഇവരെല്ലാരും കൂടി ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെയോ ഇന്നലത്തെ ആ പരിപാടിയൊക്കെ ഒന്ന് വർണ്ണിച്ചിട്ട് ഈ രാജ്യത്തെ ടി വി അല്ലേ ഇവരൊക്കെ, ഈ രാജ്യത്തെ മാധ്യമങ്ങളല്ലേ ഇവരൊക്കെ ഇത്ര വൃത്തികേടായിട്ട് പറയും. എന്താണ് ഇന്നലെ 2500 ആൾക്കാർക്ക് വേണ്ടി ഒരുക്കങ്ങൾ ആക്കുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. അത് സെക്യൂരിറ്റിയും
ഇന്നലെ എന്താണ് രംഗങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഗംഭീരമായിട്ടില്ല നമ്മളെ പ്രധാനമന്ത്രി വരുന്നത്. അതിനു മുമ്പായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ ബംഗ്ലാദേശ്, മറ്റേ മാലിദ്വീപ്, ഭൂട്ടാൻ, അവിടുത്തെ ഒക്കെ എല്ലാ പ്രസിഡന്റുമാരും വന്നിരിക്കുകയാണ് മുന്നിൽ. അവരെയൊക്കെ കൊണ്ടുപോയി ഇരുത്താൻ സാധിച്ചില്ലേ? നമ്മളെ അയൽപക്ക രാജ്യങ്ങളെ എല്ലാവരെയും നമുക്ക് അവിടെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റിയില്ലേ? അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയല്ലേ? അല്ല, മാത്രല്ല അവര് വന്നിട്ട് വെറുതെ പോവല്ലേ. ഇന്നലെ ആ ഡിന്നറിന്റെ ഇടയിൽ മാൽഡീവ്സ് ആയിട്ട് നമ്മളെ ശരിക്കും ബന്ധം കുറച്ച് ചെറുതായിട്ട് ഒലഞ്ഞിരിക്കുകയാണല്ലോ. ഇന്നലെ ഒരു 15-20 മിനിറ്റോളം നരേന്ദ്രമോദി ആ മറ്റേ രാഷ്ട്രപതി ഹോസ്റ്റ് ചെയ്ത ഡിന്നറിൽ അയാളുടെ ടേബിളിലായിരുന്നു. പ്രധാനമന്ത്രിയുടെ കൂടെയായിരുന്നു മാൽഡീവ്സ് പ്രസിഡന്റിന്റെ സീറ്റിംഗ്. അതൊക്കെ നോക്ക് എത്ര ടാക്ട്ഫുൾ ആയിട്ടാ ചെയ്യുന്നത്. എന്നിട്ട് അയാൾ 15-20 മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇന്ന് ജയശങ്കർ ഈ വന്ന നേതാക്കന്മാരായിട്ടൊക്കെ 1-on-1 മീറ്റിംഗ്. അപ്പൊ വെറുതെ ആളെ വരുത്തിയിട്ട് തിരിച്ചയക്കല്ല. അതിലും നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ളൊരു മിടുക്ക് പ്രധാനമന്ത്രിയുടെ. അതിലും രാജ്യത്തിന്റെ കാര്യങ്ങളാണ്, വെറുതെ ഒരു നേഷൻ ഫസ്റ്റ്. അതിലെനിക്ക് നമ്മളെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഒക്കെ വരുന്നതാണ് അതിൽ ഗംഭീരമായത് അല്ലേ? പ്രസിഡന്റ് പ്രധാനമന്ത്രി പിന്നെ അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. എന്തൊക്കെ പേര്? എന്താ ഹസീന? ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന മുജീബുർ റഹ്മാന്റെ മകളാണ്. അവരൊക്കെ വരുന്നത് നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇവിടുത്തെ കുറെ പിന്നെ നമ്മളെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, ഈ ചാണകക്കുഴിയിൽ വിഴണ്ട 24 മണിക്കൂറും പറഞ്ഞ് നടക്കുന്നത്. അവരൊക്കെ കാണണം. അവരൊക്കെയാണ് ഇത് കാണേണ്ടത്. ആരെങ്ങോ കാണേണ്ടത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ കേരളത്തിലെ പിന്നെ മുസ്ലിം ആൾക്കാരൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. ബേജാറായിട്ടുണ്ടാവും, തല പൊട്ടിയിട്ട്. കാരണം എല്ലാം കൂടി പർദ്ദന്റെ ഉള്ളിൽ പോയി ഒളിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇത് കാണാനില്ല വിഷമം ഉണ്ടാക്കി. അതൊക്കെ കാണണത് ഏതെങ്കിലും വാട്സപ്പിലൊക്കെ വരും. ഇത് വരുമ്പോ ഷെയ്ഖ് ഹസീന ശരിക്കും നരേന്ദ്രമോദിയുടെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. സുഹൃത്തു കൂടി വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ് അവര് നമ്മൾ ഇന്ത്യയായിട്ട് അവര് നിലനിർത്തുന്നത്. അല്ല, അതിൽ വേറൊരു തമാശയും കൂടി ഉണ്ടായി. ഇവിടെ വന്നു, പ്രധാനമന്ത്രിയായിട്ട് അവർ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളെ എന്താ പറയാ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറായിട്ട് മീറ്റിംഗ് കഴിഞ്ഞു. കോൺഗ്രസിൽ ശരിക്കും പറയുകയാണെങ്കിൽ അവര് പോവുകയാണെങ്കിൽ അവർ ആ മീറ്റിംഗില് ഇയാൾ ഇരിക്കേണ്ടതല്ലേ, ഖർഗെ. ഗാന്ധി പരിവാർ മാത്രമുണ്ട്. അവിടെയും കൂടി അയാളെ വിളിച്ചിട്ട് വെറുതെ പേരിനെങ്കിലും അവിടെ ഇരുത്താനുള്ള ഒരു മര്യാദ അവർ കാണിച്ചില്ല എന്നുള്ളത്. അതായത് കോൺഗ്രസിൽ ഇതൊക്കെ ആണെങ്കിലും 42 സീറ്റായാലും 64 സീറ്റായാലും 99 സീറ്റായാലും ഒരേ ട്രീറ്റ്മെന്റ് ആണ്. അതായത് പാർട്ടി പ്രസിഡന്റ് എന്ന് പറയുന്ന അവരുടെ ഒരു ജോലിക്കാരൻ. ശരിക്കും അയാളല്ലേ കാണേണ്ടത്. ശരിക്കും അതാ ഇപ്പോഴാണല്ലോ മാറിയിട്ട് വേറൊരു കയ്യിലേക്ക് പോയത്. അതുകൊണ്ട് സഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അയാളെ കയ്യിലേക്ക് പോയത്. അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ? ഇവനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണ്ടേ? ഇവനതിനെ അങ്ങനെ പൂട്ടിങ്ങനെ പൂട്ടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. മിഞ്ഞാന്ന് വരും പന്തലിട്ടിട്ട് തോന്നുന്നു പ്രധാനമന്ത്രി ആവും വിചാരിച്ചിട്ട്. എന്തോ ഒരു വീഡിയോ കണ്ടു ഞാൻ. ശരിയാണോ എന്നുള്ള അറിയില്ല. ശരിയാണെന്ന് പറയാൻ പറ്റില്ല. വരും പന്തലിട്ടിട്ടോ സോറസ് പൈസ അയച്ചു കൊടുത്തിട്ടോ സംശയമുണ്ട്. അല്ല, ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഭയങ്കര സൂട്ടൊക്കെ ഇട്ടിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഓർത്തെടുക്കാൻ പോകുന്ന സംഭവമൊക്കെ ആയിട്ട്. ഇതിപ്പോ നമുക്ക് ഈ എന്താ പറയാ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസിലെ മറ്റേ എന്താ പറയാ സൈക്കോ ഫാൻസ് അത് ചെയ്യാൻ കേപ്പബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു ഇത് ഈ ഗതികേട് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പിന്നെ ജീവിക്കണോ? ഒരു കാര്യമില്ല. ഞാൻ ബംഗ്ലാദേശിൽ പോകാൻ പറ്റിയാൽ അങ്ങോട്ട് പോകും ഞാൻ. അതായിരിക്കും ഭേദം. ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ഇതിന്റെ ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സ്ഥിതി? എന്തായിരിക്കും ആ ചങ്ങയായിട്ടൊന്ന് പ്രധാനമന്ത്രിയായി പോയിട്ടുണ്ടെങ്കിൽ? മന്ത്രി ആയാലും മതി, ഇയാൾ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റുമോ? വിവരം കേട്ട ആൾക്കാരല്ലേ. ഭാഗ്യത്തിന് മൻമോഹൻ സിംഗ് വിളിച്ചപ്പോഴും മൂപ്പർ എന്തോ കാരണം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അന്ന് തന്നെ ശരിക്കും എക്സ്പോസ്ഡ് ആവുമായിരുന്നു. അതാവണായിരുന്നു. ആ ഒരു അബദ്ധം കാണിച്ചു. പ്രണബ് ഗോസ്വാമിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് കരിയർ ഫിനിഷ് ചെയ്ത ആളമാരി അന്നൊരു മന്ത്രി ആക്കണമായിരുന്നു, നിർബന്ധിച്ച് ആക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഇങ്ങനത്തെ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷന് പകരം വേറൊരു നേതാവ് കോൺഗ്രസിൽ വരുമായിരുന്നു. അതൊരു ഒരു നഷ്ടമായി പോയി ശരിക്കും, അല്ലേ? ശരിക്കും നഷ്ടം തന്നെയാണ് അത് പറ്റിയത്. ഏതായാലും നമ്മളെ
കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരും അതിഗംഭീരമായിട്ടാണ് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരായിരിക്കുന്നത്. ഈ ഈ ന്യൂസ് ചാനലുകള് എന്തൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാലും അതൊന്നും യേശൂലാതിന്റെ കാര്യം ഉറപ്പാണ്. സുരേഷ് ഗോപി എന്തായാലും കേരളത്തിലെ ബിജെപി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നത് യാതൊരു സംശയമില്ല. പിന്നെ അതേമാതിരി നമ്മളെ ഇയാളുണ്ടല്ലോ, ജോർജ് കുര്യനെ പറ്റി പറയും. കാരണം ജോർജ് കുര്യൻ. മധുസൂദനൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് വളരെ അടുത്ത് അതെ. ഇടപഴകിയിട്ടുള്ള ആളാണ് അല്ലെ? പക്ഷെ അതിൽ അത്ര പിന്നെ വളരെ അടുത്തായിട്ട് അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഓരോ മീറ്റിങ്ങിലൊക്കെ എപ്പോഴും പങ്കെടുക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയുടെ. അപ്പൊ ആ സമയത്തായിരുന്നു പുള്ളി കൃഷ്ണദാസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നെ കൃഷ്ണദാസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞാന് കേരളം മുഴുവൻ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങള് കാൽനട യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജാഥ ഉണ്ടായിരുന്നു, കേരള രക്ഷായാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര നടത്തിയിരുന്നു. അങ്ങനെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു നടന്ന് പോയ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം അതിന്റെ കുറെ കോർഡിനേഷൻ ഒക്കെ ആയിട്ട് അതിന്റെ മെയിനായിട്ട് ഒരു ജാഥേന്റെ എല്ലാം നോക്കിയത് ഞാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പുള്ളി അന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ കോഴിക്കോട് തന്നെ ഉണ്ടാവുമായിരുന്നു. എല്ലാ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ വരുമായിരുന്നു. വളരെ സൗമ്യനായ വളരെ നല്ലൊരു മനുഷ്യനാണ്. വളരെ അങ്ങനെ ഒരു അഹങ്കാരം ഇല്ലാത്ത. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിരുന്നു ചെയ്യണം. കാരണം ഏത് നേതാവ് വന്നാലും നമ്മളെ കൂട്ടത്തില് ഈ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവില്ല ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ഭാഗ്യം കിട്ടിയതാണത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഏതൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനില്ല ഒരു പിന്നെ ചാൻസ് കിട്ടിയിരുന്ന ഒരാളായിരുന്നു പുള്ളി. പിന്നെ പുള്ളി നമ്മളോടൊന്നായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാണ്ടായതിന്റെ കാരണം പുള്ളി എപ്പോഴും ഡൽഹി ബേസ്ഡ് ആയിരുന്നു. മോദി വന്ന ശേഷം അല്ല, മുമ്പ് തന്നെ. കാരണം രാജഗോപാലിന്റെ കൂടെ പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ വാജ്പേയി സർക്കാരിന്റെ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ന്യൂനപക്ഷ അതിന്റെ എന്തൊരു പിന്നെ ക്രിസ്ത്യൻസിന്റെ സൈഡിൽ നിന്ന് ആയിക്കൊണ്ട് അന്ന് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നു. അങ്ങനെ ഓരോ ഇതിലായിട്ട് പുള്ളി എപ്പോഴും ഡൽഹി ബേസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതലും രാഷ്ട്രീയ പ്രവർത്തനം. അത് നന്നായി അദ്ദേഹത്തിന് കുറെ നന്നാവുകയാണ് ചെയ്തത്. പിന്നെ വളരെ സൗമ്യനായിട്ടില്ല, നല്ലൊരു മനുഷ്യനാണ്. അത് ഇന്നലെ തന്നെ അദ്ദേഹത്തിന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അയാൾ അങ്ങനെ ഒരു എടുത്തുചാട്ടം ഇല്ലാത്ത വളരെ നല്ലൊരു നേതാവാണ്. നല്ല ഒരു ഇതാണ്. അയാൾക്ക് അത് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. അയാളത് കിട്ടിയ അതിന് സന്തോഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അയാളത് കിട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ. പറയുമ്പോ നിങ്ങൾ ഇനിയിപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വന്ന് സത്യ മധു എന്നൊന്നും പറഞ്ഞിട്ട് അയാൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഡയലോഗ് ഒന്നും അടിക്കൂല. അയാൾ വളരെ എന്താണ് അങ്ങനെ അത്രയ്ക്ക് അയാളെ ഇതുള്ളൂ. എങ്കിലും അയാളെ അതുകൊണ്ടായിരിക്കാം അയാളൊരു ബഹുമാനം തോന്നുന്നത്. അനാവശ്യമായ സോപ്പിംഗ് ഇല്ലാത്ത നല്ലൊരു നേതാവാണ്. അയാളൊരു പിന്നെ കാര്യപ്രാപ്തി ഇല്ല ഒരാളാണ്. അതുകൊണ്ട് അയാൾക്ക് അത് കിട്ടിയപ്പോ വളരെ സന്തോഷം തോന്നി, വളരെ ഹാപ്പിയാകും. കാരണം മറ്റൊരു മതത്തിൽ നിന്ന്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ പ്രസ്ഥാനം ഒന്നുമല്ലാത്ത കാലത്ത്, ഈ പ്രസ്ഥാനത്തിന് ആരും അറിയാത്തൊരു കാലത്ത് ഇതിലേക്ക് കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും കാലം 46 വർഷമായിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി നിലനിന്ന് യാതൊരു അധികാരമോഹങ്ങളൊന്നും ഇല്ലാതെ നിലനിന്ന് അതിന്റെ കൂടെ അങ്ങനെ മുന്നോട്ട് പോയതിന് അയാളെ നമസ്കരിക്കേണ്ട വേണം. കാരണം നമ്മളെ ഒരു ഹിന്ദു സംഘടനയാണെന്നാണ് പറയപ്പെടുന്നത് ബിജെപിനെ. ജനാധിപത്യ സംഘടന എന്നായിട്ട് ഇവിടുത്തെ പത്രക്കാർക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ആ പ്രസ്ഥാനത്തിനൊക്കെ കൂട്ടിലൊക്കെ അന്നത്തെ കാലത്ത് അയാളെ ഇറങ്ങി വന്നിട്ട് ഒരു ഇങ്ങനെ വർക്ക് ചെയ്തതിന് അയാളെ സമ്മതിക്കുക തന്നെ വേണം. കുറെ അധികം അവഹേളനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കലും ഒക്കെ ഒരുപാടുണ്ട്. ഒന്നുമല്ലാത്ത നമ്മളതിലേക്ക് വന്നപ്പോ ചോദിച്ചു നമുക്ക് വേറെ പണിയില്ലെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അയാളോട് എന്തായിരിക്കും ചോദിച്ചത്? പക്ഷെ അയാള് AVP-യിലൂടെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ AVP-യിൽ കൂടെയാണ് അയാൾ വർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് പ്രസ്ഥാനമായിട്ട് നല്ല ബന്ധങ്ങൾ അയാൾക്ക് അന്ന് ആ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അയാള് നല്ല സംസ്കൃതം കാര്യങ്ങളൊക്കെ നല്ല പാണ്ഡിത്യമൊക്കെ ഇല്ല ആളാ.
അങ്ങനെ അതെ, ധാരാളം പുസ്തകമൊക്കെ വായിക്കുന്ന ഒരു വായിക്കുന്ന ആളാണെന്ന് പറയുന്നത് കേട്ടു. വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പൊ അയാളൊരു നല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്തായാലും. അയാൾക്ക് അത് കൊടുത്തതിൽ വളരെ സന്തോഷം തന്നെ. പിന്നെ കേരളത്തിന്റെ ഇന്നത്തെ ഈ ജാതീയതന്റെ ഈ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ സീറോ മലബാർ സഭ വളരെ പ്രബലമായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ഒരു സഭയാണ്. ആ സഭയിൽപ്പെട്ട ഒരാള് അതിലേക്ക് വരുന്നു. ആ സഭയിലെ ആൾക്കാർക്ക് കൂടി ഇതിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൂടി നോക്കിയിട്ടായിരിക്കണം നമ്മളെ നേതൃത്വം അങ്ങനെ കൊടുത്തതെന്നും കൂടി നമുക്ക് പ്രത്യാശിക്കാം. അതായിരിക്കാം കാരണം, അല്ലേ? പിന്നെ ഒന്നില്ലെങ്കിൽ 40 കൊല്ലം പാർട്ടിക്ക് വേണ്ടിട്ട് ഒന്നും ആഗ്രഹിക്കാതെ ഏത് ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചെയ്തിട്ട് മുന്നോട്ട് വന്ന ആളല്ലേ. എല്ലാം ആഗ്രഹിക്കാൻ ഒന്നുമില്ല. അക്കാലത്ത് ആഗ്രഹിക്കാൻ ഒന്നുമില്ല. ഗുജറാത്തിലെ 2 സീറ്റ് ബാൻഡ് അടിച്ചിട്ട് കോഴിക്കോട് നടക്കുന്ന ആൾക്കാർ തന്നെ നമ്മള്. ഉത്തർപ്രദേശിൽ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാൻഡ് അടിക്കും. അല്ലെങ്കിൽ ഒരു സിന്ദാബാദ് വിളിച്ചിട്ട് നമ്മള് മുട്ടായിത്തരലിലൂടെ 2 റൗണ്ട് അടിക്കരുത്. അതല്ലാതെ ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആൾക്കാർക്കൊക്കെ സല്യൂട്ട് ചെയ്യന്നെ വേണം. അല്ല, ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഞാനും ഏതായാലും പറയുകയാണെങ്കിൽ ആ കാലത്ത് വന്ന് പിന്നെ നമ്മൾ അതിൽ തന്നെ തുടർന്ന് പോകാത്തത് കൊണ്ട് പിന്നെ നമുക്ക് അധികം ഒന്നും ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. നമ്മളാ പ്രസ്ഥാനത്തിൽ ഇന്നും നിൽക്കുന്നത്, എന്നും നിൽക്കുന്നത്. ആ പ്രസ്ഥാനമാണ് നമ്മളെല്ലാം. ഇന്നലെയൊക്കെ ശരിക്കും നമ്മുടെ ആ സെറിമണി ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇതെടുക്കുമ്പോണ്ടല്ലോ നമുക്ക് എനിക്ക് ഇങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. എന്തായാലും മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ആ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ആര് വന്നാലും ആര് മുകളിലെത്തിയാലും അതിൽ പിന്നെ അത്രയും ഇതായിട്ട് ഡിവോട്ടഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും ആ സമയത്ത് നമ്മൾ എത്രയും സൂര്യ തേജസ്സായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണിന്ന് ഇങ്ങനെ സന്തോഷത്തിന്റെ കണ്ണുനീര് വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും പറയുമ്പോ ഒരു അത് വേറൊരു വികാരാണ്. അപ്പൊ നമ്മൾ അതില് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അതിലും കൂടുതൽ തോന്നിയിട്ടുണ്ട്. ബാക്കി ആരോടും അങ്ങനെ. പിന്നെ അതേ നമ്മളെ അമിത്ഷാ ഒക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എന്താണത്? നമ്മള് ആ പ്രസ്ഥാനായിട്ടേ കുറെ ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നതിന്റെ പിന്നെ ഒരു വികാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് വല്ലാത്ത ഒരു വികാരം തന്നെയാണ്. രാവിലെ മുതൽ നമ്മൾ അതിന്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് നമുക്കത് അതിനുവേണ്ടി കാത്തു നിന്ന് ഒരു ഇതായിരുന്നത്. ഭയങ്കര സുദിനം തന്നെയായിരുന്നു. മാത്രമല്ല മറ്റേ ശിവരാജ് സിംഗ് ചൗഹാൻ മറ്റേ സത്യപ്രതിജ്ഞ ചെയ്യാൻ എണീറ്റപ്പോഴേ ഭയങ്കര കയ്യടിയായിരുന്നു. കാരണം വെച്ചാല് എത്രയോ വർഷം അവിടെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് പാർട്ടി പറഞ്ഞു ഇനി വേറൊരാള് എന്ന് പറഞ്ഞപ്പോ ഒന്നും ചോദിക്കാതെ മാറിക്കൊടുത്ത് ലോക്സഭയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിച്ച്. പക്ഷെ അദ്ദേഹത്തിന് ഗംഭീര പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുള്ള അഗ്രികൾച്ചർ പോർട്ട്ഫോളിയോ ആണ്. അതിന്റെ കൂടെ റൂറൽ ഡെവലപ്മെന്റും ഫാമേഴ്സ് വെൽഫെയറും. എന്നിട്ടും അവിടുന്ന് 100 മാർക്കോട് കൂടിയാ വന്നത്, അല്ലേ? 29 സീറ്റും ജയിപ്പിക്കാൻ അദ്ദേഹം ശരിക്കും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കും. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോയല്ലേ ചെയ്തത്. ഒരു കുത്തിത്തിരിപ്പില്ലാതെ അവിടുന്ന് പാർട്ടിന്റെ എല്ലാരെയും ജയിപ്പിച്ചിട്ട് അതായിട്ടാ വന്നത്. അയാൾക്ക് കൊടുക്കാൻ ആർക്കാ കൊടുക്കുക? സെൽഫ്ലെസ് ലീഡർ ശരിക്കും. അതൊക്കെയാണ് സംഘം ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾക്കാർ. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ അടിത്തറ. അതൊന്നും ഇനി ഏത് ഇവിടുത്തെ മാപ്പറയല്ല ഓപ്പറയല്ല ഇനി ആര് വിചാരിച്ചാലും അതിനൊന്നും ആ അടിത്തറയിലൊന്നും അനക്കാൻ ആരെ കൊണ്ട് സാധിക്കൂല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100 വർഷമായിട്ട് ഉണ്ടായ പ്രസ്ഥാനമാണ്. 100 വർഷമാവാൻ പോവുകയാണ് ഇപ്പോ ഇതില്. ഈ 100 വർഷമായിട്ട് അജയ്യമായിട്ട് ശാക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ആ പ്രസ്ഥാനത്തിൽ നിന്നും തൊടാൻ ഈ ഇന്ത്യ രാജ്യത്ത് ഇനി വേറെ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്തല്ല, ലോകത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടാവില്ല. അടിച്ചിട്ടും പിരിഞ്ഞിട്ടും പൊളിഞ്ഞിട്ടും പോയ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 അവര് ഇന്ത്യയിൽ തുടങ്ങിയെന്ന് തോന്നുന്നു. അവരൊരു 100 105-ാമത്തെ വർഷമായി. 3 സ്ഥലത്തുണ്ടായത് ഇപ്പോ ഒന്നുമില്ലാണ്ടായി. ഇനി അവസാനം ഇല്ല സ്ഥലത്തിൽ ഇതപ്പോ പാവം
BJP ഒരു സീറ്റാണ്, ഓർക്കും ഒരു സീറ്റ് തന്നെയുള്ളൂ. BJP മുന്നിൽ നിൽക്കുന്നത്, അവര് പുറകിൽ നിൽക്കുക തന്നെയാ. അപ്പൊ ഇനി എല്ലാ പിക്ചറും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ RSSനെ ഒന്നും പൊട്ടിക്കാന്നോ RSSനെ ഇല്ലാണ്ട് ആക്കാന്നൊന്നും ഒരു മാപ്ര വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. രാവും പകലും തലയിട്ടടിക്കുക, കരയുക എന്നല്ലാതെ ഈ കഴുത എന്തോ കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയാ. എന്തൊക്കെയോ കരഞ്ഞു ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതിൽ പറയണ്ട വിചാരിച്ചിട്ട്, കഴുത കരഞ്ഞു തീർക്കുക ചെയ്യലെന്നാ പറഞ്ഞത്. അങ്ങനെ കരഞ്ഞു തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. അതങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കും. സംഘം അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അത്രേ ഇപ്പോ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഇത് 5 വർഷം ശക്തിയോട് കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മളെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇവിടെ വെച്ച് പിന്നെ നിർത്താം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ആർട്ടിക്കിളിന്റെ രൂപത്തിൽ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. നമസ്തേ. നമസ്തേ.